ഗേസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ മൈ ഡ്രീംസ് മൈ ലൈഫ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഫോർട്ട് കൊച്ചിയിലെ വാസ്കോഡ ഗാമ മ്യൂസിയത്തിലാണ്. ഇതൊരു മാർബിളിൻ്റെ രൂപം പോലെ തോന്നിക്കുന്ന ഒരു ബെഞ്ച് പോലുള്ളൊരു ഇതാണ്. ഇതൊരു മാർബിൾ പോലെയാണ് കാണുമ്പോൾ തോന്നുന്നത്. ഈ മാർബിളിൽ ചെയ്ത് തീർത്തിട്ടുള്ളത് ഒരു മാപ്പാണ്. അപ്പോൾ ഈ മാപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല കൂടുതലായിട്ട്. ഈ പെയിൻറ്റിംഗ് ഒക്കെ ഈ അടുത്ത് റിനോവേഷൻ നടക്കുന്ന ടൈമിൽ ചെയ്ത പെയിൻറ്റിംഗ് ഒക്കെ ഇത് മധ്യ കേരളത്തിൽ രാഷ്ട്രീയ ഘടനയൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ആ ടൈമിൽ ഓരോ വർഷത്തെ കൊച്ചിയിലെ രാഷ്ട്രീയത്തിൻ്റെ കലാസൂചനയൊക്കെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ നമ്മളെ വാസ്കോഡ ഗാമ ഈ വേൾഡിൽ എവിടെയൊക്കെയാണ് കപ്പലിൽ പോയിട്ട് ഇറങ്ങിയിട്ടുള്ളത് അതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ചൈന, ഇന്ത്യ, അറേബ്യൻ രാജ്യങ്ങൾ, യൂറോപ്പ്, അങ്ങനെ കുറേ രാജ്യങ്ങളിലൊക്കെ വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയിട്ടുണ്ട്. നമ്മളെ ഇന്ത്യയിൽ തന്നെ കൊച്ചിയിലും കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണല്ലോ ആദ്യമായിട്ട് വാസ്കോഡ ഗാമ കേരളത്തിൽ വന്നിറങ്ങിയത്. അപ്പോൾ ഇതൊരു മാപ്പാന്ന് കാണിക്കാൻ. എനിക്ക് ഈ മാപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ അറിയില്ല. നമുക്കൊരു ഗൈഡായിട്ടൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഒരു ഗൈഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമായിരുന്നു. ഈ മരത്തോട് പണി തീർത്ത് ഈ പായക്കപ്പലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ കുറച്ച് ടൈം ഈ പായക്കപ്പലെല്ലാം നന്നായിട്ട് വീക്ഷിച്ചു. വീട്ടിൽ പോയിട്ട് നമുക്കും ഒരു പായക്കപ്പൽ ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ചിന്താഗതിയോടെ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ത്യയിൽ വന്ന് വാസ്കോഡ ഗാമ ഇറങ്ങിയ ആ ഒരു പ്ലേസ് പോയിൻ്റ് ചെയ്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇന്ത്യ, ചൈന, ഇറാൻ, ഏഷ്യ, സൗദി, യൂറോപ്പ്, ഇങ്ങനെ കുറേ രാജ്യങ്ങളിലൊക്കെ വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഡോട്ട് ഡോട്ടായിട്ട് കാണിക്കുന്നത്. ഈ പെയിൻറ്റിംഗ് ഒക്കെ വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സമയത്ത്, അതായത് നമ്മളെ കേരളത്തിൽ വന്നിറങ്ങിയ ടൈമിലുള്ള കാലഘട്ടത്തിലുള്ള പെയിൻറ്റിങ്ങാണ്. മലബാറും കൊച്ചിയും ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഈ കാർഷിക വിളകളൊക്കെ നമ്മളെ കേരളത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. നാളികേരം, പപ്പായ, ബനാന, പിന്നെ അതുപോലെ തന്നെ ചക്ക, കുരുമുളക്, മത്തൻ, കൈതച്ചക്ക. വാസ്കോഡ ഗാമയുടെ കാലത്ത് ഉണ്ടായ കിച്ചണും ആ സമയത്ത് ഉപയോഗിച്ച പാത്രങ്ങളൊക്കെയാണ്. കറി ബൗളും, ഫുഡ് കഴിക്കുന്ന പ്ലേറ്റും, തവിയും, പിന്നെ അടുപ്പും, നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന അടുപ്പൊക്കെ ആ ടൈമിൽ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പാത്രങ്ങളൊക്കെയാണ് ആ അടുപ്പിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കപ്പ് സോസറൊക്കെയാണ് അതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ അമ്മി പിന്നെ എക്കാലത്തുണ്ടല്ലോ, ഈ ഒരു കാലഘട്ടത്തിലും ഉണ്ട് അമ്മി. ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച നമ്മളെ പഴയ ഷേപ്പിലുള്ള അമ്മി തന്നെയാണ്. ആ കാണുന്നത് ഒരൽ പോലുള്ളത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്നതാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു അണ്ടാകം, ഈ വൈൻ, ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു പാത്രമാണത്. അപ്പം ഇതിൻ്റെ അകത്ത്, ഈ പാലസിൻ്റെ അകത്ത് ഇത്രമാത്രമൊക്കെ കാണാനുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്ത് വേറൊരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി.